നമസ്കാരം. വീണ്ടും ഒരു വിവാദത്തിൽ ചാടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. മണിശങ്കർ അയ്യരുടെ നാവിന് എല്ലില്ല എന്നൊരു ചൊല്ലു തന്നെ ദില്ലിയിലെ പല ഭാഗങ്ങളിലുമുണ്ട്. കാരണം കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ആദ്യം നരേന്ദ്രമോദിയെയാണ് അധിക്ഷേപിച്ചത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഒരുങ്ങിയിരുന്ന BJP 2014 തൊട്ട് മുന്നേ BJP ഒരുങ്ങിയിരുന്ന ഘട്ടത്തിലാണ് മണിശങ്കർ അയ്യർ ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. അതായത് മോദി ഒരു ചായക്കടക്കാരനാണ്, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല, അദ്ദേഹം വേണമെങ്കിൽ വന്ന് AICC ഓഫീസിൽ ചായ വിറ്റോട്ടെ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം എന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് അന്ന് മണിശങ്കർ അയ്യർ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വലിയ രീതിയിൽ 8 നിലയിൽ പൊട്ടുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം കോൺഗ്രസ് 8 നിലയിൽ പൊട്ടുന്നതാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. എല്ലാ കോട്ടകളിൽ നിന്നും കോൺഗ്രസ് തുടച്ച് നീക്കപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാകട്ടെ പ്രധാനമന്ത്രിയായി 2014 വന്നു, ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. 3ാം തവണ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു പ്രധാനമന്ത്രി പദത്തിലേക്ക്. പല സംസ്ഥാനങ്ങളിലും BJP വലിയ വിജയം നേടിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ മണിശങ്കർ അയ്യരുടെ പുതിയ പ്രസ്താവന മോദിക്കെതിരെ അല്ല, കോൺഗ്രസ് നേതാവ് തന്നെയായ രാജീവ് ഗാന്ധിക്കെതിരെയാണ്. അദ്ദേഹം പറയുന്നത് രാജീവ് ഗാന്ധി കേംബ്രിഡ്ജിൽ തോറ്റ വ്യക്തിയാണ്. മാത്രമല്ല ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലും അദ്ദേഹം തോറ്റു. പിന്നെ എങ്ങനെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്ന് എനിക്കറിയാൻ വയ്യ എന്നാണ് മണിശങ്കർ അയ്യർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതായത് രാജീവ് ഗാന്ധി ഉന്നത വിദ്യാഭ്യാസമുള്ളയാളാണ്. അതായത് ഈ നെഹ്റു കുടുംബം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണവർഗമായിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇന്ത്യ എന്ന മഹാരാജ്യം തന്നെ തങ്ങളുടെ കുടുംബ സ്വത്താക്കി മാറ്റി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാജീവ് ഗാന്ധി വരുന്നത്. രാജീവ് ഗാന്ധിയുടെ അമ്മയും രാജീവ് ഗാന്ധിയുടെ അപ്പൂപ്പനുമെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ഗാന്ധി വലിയ വിദ്യാഭ്യാസം നേടിയ ആളായിരിക്കും, കേംബ്രിഡ്ജിലും അതുപോലെ തന്നെ ഇംപീരിയൽ കോളേജിലും പഠിച്ച് ജയിച്ച ആളായിരിക്കുമെന്നാണ് എല്ലാവരും ഇതുവരെ വിചാരിച്ചത്. പക്ഷേ അദ്ദേഹം തോറ്റതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപാഠിയും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ തന്നെ മറ്റൊരു നേതാവുമാണ് ഇപ്പോൾ ഇതാ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതായത് മണിശങ്കർ അയ്യറും രാജീവ് ഗാന്ധിയും എല്ലാം ഒരുമിച്ച് പഠിച്ചവരാണ്. ആ രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു, മണിശങ്കർ അയ്യർ വിജയിച്ചു. എങ്ങനെയാണ് രാജീവ് ഗാന്ധി പരാജയപ്പെട്ടത് എന്നും അദ്ദേഹം അതിശയം പറയുന്നുണ്ട്. കാരണം കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാവരെയും വിജയിപ്പിച്ച് വിടാൻ ശ്രമിക്കുന്ന സർവകലാശാലയാണ്. ആ സർവകലാശാലയിൽ പോയി തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അതിശയമാണ് എന്നാണ് പറയുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിരുന്നവരുടെയൊക്കെ തനിനിറം ഇപ്പോൾ പുറത്തു വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഹാർവാർഡ് ബിരുദമുണ്ട് എന്ന് സഹോദരി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ഹാർവാർഡ് ബിരുദത്തിൻ്റെ യാതൊരു അവകാശവാദവും രാഹുൽ ഗാന്ധി തൻ്റെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളിൽ സമർപ്പിച്ചിട്ടില്ല. വെറുതെ കള്ളം പറഞ്ഞു വരുത്തരുത്, പൊങ്ങച്ചം പറയരുത് എന്നൊക്കെ BJP അന്ന് തിരിച്ചടിച്ചിരുന്നു. സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായ സമയത്തൊക്കെ വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത്. അദ്ദേഹം ബിരുദധാരിയാണ്, ബിരുദാനന്തര ബിരുദമുണ്ട് എന്നൊക്കെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ, സർട്ടിഫിക്കറ്റിൽ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ ഇതിൻ്റെ പിന്നാലെ കുറേ നാൾ നടന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നെഹ്റു കുടുംബം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെല്ലാം പക്കയാണ്, രാജ്യത്തിന് അത് ബോധ്യമായി. പക്ഷേ ഈ നെഹ്റു കുടുംബത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയുടെ, ഇപ്പോഴത്തെ നെഹ്റു കുടുംബത്തിൻ്റെ യുവരാജാവായ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ചോദ്യം ഉയരുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.